നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഔപചാരിക ഉദ്ഘാടനം DTPC പാർക്കിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും നൽകി. തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസിയ നിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. സാമൂഹിക സേവനം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി രൂപീകരിച്ച റോട്ടറി ക്ലബ് ഓഫ് റിവേഴ്സിറ്റി തൊടുപുഴയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഫെബ്രുവരി 15-ന് തൊടുപുഴ ഹോട്ടൽ റിവർവ്യൂവിലെ പാപ്പൂട്ടി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊമ്മൻകുത്തിൽ പുതിയ പാലം പണിയാം, സർക്കാർ ഉത്തരവിറങ്ങി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് കണ്ണാടിപ്പുഴയ്ക്ക് കുറുകെ പാലം പണിയാനുള്ള അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. വാർത്തകൾ വിശദമായി. കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഔപചാരിക ഉദ്ഘാടനം DTPC പാർക്കിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി നിവാസികളുടെ ചിരകാല സ്വപ്നമായ ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയായി ഇടുക്കി ലേസർ ഷോ പദ്ധതിയുടെ ഔപചാരിക തുടക്കം കുറിക്കൽ ചടങ്ങ് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിച്ചു. ഇടുക്കി DTPC പാർക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പരിപാടികളുടെ ഭാഗമായി ഫലക അനാച്ഛാദനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ജില്ലയുടെ ഭൂപടത്തില് വിവിധങ്ങളായ ടൂറിസം പ്ലേസുകളുണ്ടെങ്കിലും ലേസർ ഷോ കാണാൻ കഴിയത്തക്ക വിധത്തിൽ സജ്ജമാക്കാൻ കഴിയുന്നൊരു സ്ഥലം ഇടുക്കിയിലെ ഈ ആർച്ചിഡാമിന്റെ പ്രതലമാണ് എന്ന് വരുമ്പോൾ അതിന്റെ ഡിമാൻഡ് എത്രത്തോളമായിരിക്കും എന്ന് നിങ്ങൾ കണക്കൂട്ടാൻ കഴിയുന്നു. ഞങ്ങളുടെ മൂലമറ്റത്തു നിന്നാണ് വരുന്നത്. ഇടുക്കി വൈദ്യുതി നിലയം, ആ വൈദ്യുതി നിലയം രൂപപ്പെടുത്തിയിട്ട് 50 വർഷം തികയുന്ന ദിവസമായിരുന്നു ഇന്നലെ. 50 വർഷം പൂർത്തിയാകുമ്പോൾ ആ വൈദ്യുതി നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ സുരക്ഷയുടെയും അതോടൊപ്പം സെക്യൂരിറ്റി മെഷർമെന്റ്സ് എല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ നോക്കിയിട്ടും അതിനകത്ത് ആൾക്കാരെ കയറ്റി ഇടുന്നതും കാണിക്കുന്നതും സ്വാഭാവികമായി അത്ര എളുപ്പമല്ല എന്ന നില വന്നപ്പോഴാണ് അതിന് വലിയൊരു മിനിയേച്ചർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നിയത്. അവിടെ വരുന്ന ആൾക്കാർക്ക് ആ പവർ ഹൗസ് കയറി കണ്ടതുപോലെയുള്ള പദ്ധതി എനിക്കാൻ പാകത്തില്ല ഉള്ള വലിയൊരു മിനിയേച്ചറാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യം വേണ്ട സ്ഥലം KSCB നമുക്ക് നൽകണം. ബഹുമാന്യനായ മന്ത്രിയോടും അതോടൊപ്പം ബോർഡിനോടും ബോർഡിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ശ്രീ സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രത്യേകമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. KSCBയുടെ 1.5 ഏക്കർ സ്ഥലമാണ് അതിനുവേണ്ടി നമുക്ക് വിട്ടു നൽകിയത്. ഇന്ന് ആ സ്ഥലം ഹാൻഡ് ഓവർ ചെയ്തു. KSC ബോർഡ് അത് എനിക്കാണ് നൽകിയത്. ഞാൻ ഹൈഡൽ ടൂറിസം ഡയറക്ടറെ ഏൽപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി നൂതനമായ എല്ലാ പദ്ധതികളുടെയും ഏത് തലത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ അത്രയും നല്ല നിലയിലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി സമർപ്പിച്ച് നമുക്കത് നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആർച്ച് ഡാമായ ഇടുക്കി ഡാം പ്രദേശത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ലേസർ ഷോ സംഘടിപ്പിക്കാനാണ് പദ്ധതി തയ്യാറായിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചീഫ് എഞ്ചിനീയർ വിജു രാജൻ ജോൺ, ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ ജയകുമാർ CR, KSCB മാനേജിംഗ് ഡയറക്ടർ മിൻഹാജ് ആലം IAS, കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഡയറക്ടർ ഹർഷിത R, മീണ IAS, പൊതുപ്രവർത്തകരായ CV വർഗീസ്, ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ, ജോസ് കുഴികണ്ടം, സാജൻ കുന്നേൽ, ജനറേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ഡയറക്ടർ സജീവ് G തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡയറ്റ് പ്രിൻസിപ്പൽ GP ഗോപകുമാർ, ഡയറ്റ് ലെക്ചറർ അനിരുദ്ധ് രാമൻ, ടീച്ചർ ഇൻചാർജ് VJ റെന്നി എന്നിവർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു.
പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസിയ നിയാസ് നിർവഹിച്ചു. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡയറ്റ് പ്രിൻസിപ്പൽ ഗോപകുമാർ GP, ഡയറ്റ് ലെക്ചറർ അനിരുദ്ധ് രാമൻ, ടീച്ചർ ഇൻചാർജ് റെന്നി VJ എന്നിവർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ടൈറ്റസ് C. ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനവും സ്നേഹോപഹാര സമർപ്പണവും തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസിയ നിയാസ് നിർവഹിച്ചു. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോഴേ അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പഠിക്കാൻ പാടിയ ഭാരമോ അല്ലെങ്കിൽ ഈ അവസരങ്ങളോ ഒന്നും മാറ്റി നിർത്താതെ എല്ലാ കലാപരിപാടികളിലും പാടിയ കാര്യങ്ങളിലും പങ്കെടുക്കുക. എല്ലാം നല്ല സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യുക. പിന്നെ എൻ്റെ മക്കളോട് പറയാറുള്ള ഞാൻ ഒരു കാര്യമുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് ഞങ്ങൾ അമ്മമാരെ പോലെ എല്ലാ ജോലികളും തീർത്ത് വീട്ടിലെ 1 അല്ലെങ്കിൽ 2 കൂടിപ്പോയാൽ 3 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അവരുടെ കാര്യങ്ങളും നോക്കി നിങ്ങൾ ഒരു 10-35 പിള്ളേരെ ഒരു ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അവർ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ബഹുമാനിക്കണം. ക്ലാസ്സുകൾ ആസ്വദിച്ച് എന്ത് സംശയം വന്നാലും ചോദിച്ച് ടീച്ചറിനെ ബഹുമാനിച്ച് ക്ലാസ്സിലിരിക്കണം എന്നാണ് ഞാൻ എൻ്റെ മക്കളോട് പറയാറുള്ളത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡയറ്റ് ഇടുക്കി പ്രിൻസിപ്പൽ ഗോപകുമാർ GP, ലെക്ചറർ അനിരുദ്ധ് രാമൻ, ടീച്ചർ ഇൻചാർജ് റെന്നി VJ എന്നിവർക്ക് ആദരം നൽകി. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ തൊടുപുഴ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഹുൽ ഹമീദ് PA, തൊടുപുഴ DEO ഷീബ മുഹമ്മദ്, പഴേരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ അബ്ബാസ് PM, ഡയറ്റ് ഇടുക്കി ലെക്ചറർ അജീഷ് കുമാർ TB, SMC ചെയർമാൻ സജൽമോൻ PI, MPTA പ്രസിഡന്റ് സുധ ഗണേഷ്, സ്കൂൾ ലീഡർ ആവണി രമേശ്, അധ്യാപക പ്രതിനിധി ഷീബ CS, സ്റ്റാഫ് സെക്രട്ടറി ജെയിംസ് സെബാസ്റ്റ്യൻ, സീനിയർ അധ്യാപിക റെജീന K. ജോസ് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ചടങ്ങിൽ പിതാവ് സന്ദേശം നൽകി. ഫാദർ പോൾ നെടുമ്പുറത്ത്, ഫാദർ തോമസ് വിലങ്ങുപാറയിൽ, ഫാദർ ബെൻസൺ നിരവത്തിനാൽ, ഫാദർ ഇമാനുവൽ വള്ളോംകുന്നേൽ ഉൾപ്പെടെ നിരവധി വൈദികരും സന്യാസികളും പങ്കെടുത്തു. CSN പ്രൊവിഷ്യൽ സിസ്റ്റർ ലിൻസി, മദർ സിസ്റ്റർ ലിസ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ചടങ്ങിൽ പിതാവ് സന്ദേശം നൽകി. ജീവനായക രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും അങ്ങയുടെ വിശുദ്ധാമത്തിന്റെ സ്തുതിക്കുമായി ഈ ബലിപീഠവും ദേവാലയവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ കരുണയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ കൃപാപൂർവം ചൊരിയണമേ.
ഇവിടെ വരുന്നവർക്ക് വലിയ ദൈവാനുഗ്രഹം കിട്ടും. അതിൻ്റെ ഒരു സൂചനയാണ് ധാരാളം പേര് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭവനം എന്നും ദൈവത്തിൻ്റെ ആലയമായി മുന്നോട്ട് പോകണം. ഇന്ന് ദരഹകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. മറ്റേ വായന മരിച്ചവരെ കുറിച്ചുള്ളതായിരുന്നു. നിങ്ങൾ ഓർത്തുകയാണ് എന്താണ് മരിച്ചവരെ കുറിച്ച് ഇങ്ങനെ ഈ ദിവസം പറയുന്നതെന്ന്. മരിച്ചവരെ കുറിച്ചതിനേക്കാൾ നിത്യജീവനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നിത്യ ജീവിതം അത് നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്നതാണ്. മരിച്ചവരെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മരണം നിത്യജീവനിലേക്കുള്ള കവാടം നമുക്കറിയാം. മരിക്കാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഈശോയ്ക്കും മാതാവിനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഈശോയും മരിച്ചിട്ട് പോയില്ല. അതുകൊണ്ട് നമ്മൾ ഈ മരണത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആ ഓർമ്മയാണത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് സന്യാസിനികൾ, വൈദികർ എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത് ലോകത്തിലും മരിച്ചവരായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനാണ്, അല്ലേ? ഫാദർ പോൾ നെടുമ്പുറത്ത്, ഫാദർ തോമസ് വിലങ്ങുപാറയിൽ, ഫാദർ ബെൻസൺ നിരവത്തിനാൽ, ഫാദർ ഇമ്മാനുവൽ വള്ളോംകുന്നിൽ ഉൾപ്പെടെ നിരവധി വൈദികരും സന്യാസിനികളും പങ്കെടുത്തു. CSN പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിസി, മദർ സിസ്റ്റർ ലിസ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ വിമലാലയം കോൺവെന്റിന് സമീപമാണ് CSN സിസ്റ്റേഴ്സിന്റെ പുതിയ ഭവനം. 1996 ജൂലൈ 7-ാം തീയതിയാണ് തൊടുപുഴയിൽ സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ ഭവനം സ്റ്റഡി ഹൗസായി ആരംഭിച്ചത്. താമസിച്ചിരുന്ന ഭവനം ചെറുതായിരുന്നതിനാലും വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാലുമാണ് പുതിയ ഭവനം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സാമൂഹിക സേവനം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി രൂപീകരിച്ച റോട്ടറി ക്ലബ് ഓഫ് റിവേഴ്സ് സിറ്റി തൊടുപുഴയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഫെബ്രുവരി 15 വൈകിട്ട് 6 മണിക്ക് തൊടുപുഴ ഹോട്ടൽ റിവർവ്യൂവിലെ പാപ്പൂട്ടി ഹാളിൽ വെച്ച് നടത്തും. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സാമൂഹിക മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 10 സർവീസ് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടാണ് റോട്ടറി റിവേഴ്സ് സിറ്റി തൊടുപുഴ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് പ്രസിഡന്റ് ശ്രീജിൽ എക്സിബിഷൻ, സെക്രട്ടറി ദിലീപ് മാണി, ട്രഷറർ പോൾ മത്തായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളിവിടെ തൊടുപുഴയില് ഒരു സെക്കൻഡ് റോട്ടറി ക്ലബ്ബ് തുടങ്ങുകയാണ്. തൊടുപുഴയിൽ മാത്രം ഒരു റോട്ടറി ക്ലബ്ബേ ഉള്ളൂ. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് രണ്ടാമത് റോട്ടറി ക്ലബ്ബ് നടക്കുന്നില്ല എന്നൊരു അറിവുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ളതിൻ്റെ ഇതിനാണ് ഇങ്ങനെയൊരു ഇതിലോട്ട് മുമ്പോട്ട് വന്നത്. നമ്മുടെ ക്ലബ്ബ് ശരിക്കും ജനുവരി 7-ാം തീയതി ക്ലബ്ബ് ഫോം ആയതാണ്. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് പാപ്പുട്ടി ഹോളിൽ വെച്ചാണ് ഒഫീഷ്യൽ ലോഞ്ച് നടത്തുന്നത്. ഇതിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൊടുപുഴയിലെ ഞങ്ങളെല്ലാവരും ഒരു യുവ സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് ഏകദേശം നമ്മളൊരു 8-10ഓളം സർവീസ് പ്രൊജക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സുവിശേഷാശ്രമം കോടിക്കുളത്തിൽ വീൽ ചെയർ കൊടുത്തു. അസിസി സ്നേഹവീട് കിടപ്പുരോഗികൾക്കുള്ള കട്ടിലെ ബെഡ് എന്ന് കൊടുത്തു. വാഴക്കുളം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള കിറ്റുകൾ കൊടുത്തു. സെന്റ് ജോർജ് ജ്യോതി ഭവന് ഹെൽത്ത് കെയർ കിറ്റുകൾ കൊടുത്തു. കെയർ ഹോം പാലിയേറ്റീവിന് കൊളോസ്റ്റോമി കിറ്റുകൾ കൊടുത്തു. IMA ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ച് നമ്മൾ 100 യൂണിറ്റ് ബ്ലഡുകൾ കൊടുക്കുവാനും തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയിലോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. തൊമ്മൻകുത്തിൽ പുതിയ പാലം പണിയ സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് കണ്ണാടി പുഴയ്ക്ക് കുറുകെ പാലം പണിയാനുള്ള അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. ഇതോടെ പാലം പണിയാനുള്ള അവസാന കടമ്പയും കടന്നു. ഇനി അവശേഷിക്കുന്നത് വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലം വേർതിരിച്ച് KSTPക്ക് കൈമാറുക എന്നത് മാത്രമാണ്. തൊമ്മൻകുത്തിൽ പുതിയ പാലം പണിയാം, സർക്കാർ ഉത്തരവിറങ്ങി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയതിന് പിന്നാലെയാണ് കണ്ണാടിപ്പുഴയ്ക്ക് കുറുകെ പാലം പണിയുവാനുള്ള അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. ഇതോടെ പാലം പണിയുവാനുള്ള അവസാന കടമ്പയും കടന്നു. ഇനി അവശേഷിക്കുന്നത് വനം വകുപ്പ് വിട്ടു നൽകിയ സ്ഥലം വേർതിരിച്ച് KSTPക്ക് കൈമാറുക എന്നതാണ്. മുമ്പ് തന്നെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിർണയിച്ചിട്ടുള്ളതാണ്. ഇനി കൈമാറുക എന്ന സാങ്കേതികത്വം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത് വേഗം പൂർത്തിയാക്കിയാൽ താൽക്കാലിക പാലം പണിയുവാനുള്ള നടപടി ആരംഭിക്കുവാൻ കഴിയും. താൽക്കാലിക പാലം പൂർത്തിയാക്കിയിട്ട് വേണം നിലവിലെ ചപ്പാത്ത് പൊളിക്കാൻ. നടപടികൾ പൂർത്തീകരിക്കുമ്പോഴേക്കും മഴക്കാലം വരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വേനൽക്കാലം തീരാൻ ഇനിയും 3.5 മാസമുണ്ടെന്നത് നാട്ടുകാർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. വൈകാതെ പണികൾ തുടങ്ങിയാൽ താൽക്കാലിക പാലം തീർക്കുവാനും ചപ്പാത്ത് പൊളിച്ച് അടിത്തറ തീർത്ത് പാലത്തിന്റെ തൂണുകൾ വാർക്കുവാനും കഴിയും. 9 മീറ്റർ വീതിയും നിലവിലുള്ള ചപ്പാത്തിൽ നിന്ന് 3 മീറ്റർ ഉയരത്തിലുമാണ് പുതിയ പാലം പണിയുക. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും
പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും തിരുനാളിന് തുടക്കമായി. വെള്ളിയാഴ്ച കൊടിയേറ്റ് നടന്നു. വികാരി ഫാദർ ജോസ് പൊതൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ആൻഡ്രൂസ് മൂലയിൽ, ഫാദർ ആൽബർട്ട് പീച്ചാട്ട്, കൈക്കാരന്മാരായ ടി.എ. ജോൺ തയ്യിൽ, ആന്റണി കൂനമ്പാറയിൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കല്ലൂർക്കാട് പള്ളി വികാരി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ശനിയാഴ്ച വൈകിട്ട് 4:30 ഫാദർ ജോർജ് പുതുമനത്തൊട്ടിയിൽ തിരുനാൾ കുർബാന അർപ്പിക്കും. റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ സന്ദേശം നൽകും. തുടർന്ന് ടൗൺ പ്രദക്ഷിണം. ഞായറാഴ്ച വൈകുന്നേരം 4:30 ഫാദർ ജോർജ് പള്ളിക്കുന്നിൽ തിരുനാൾ കുർബാന അർപ്പിക്കും. റവറന്റ് ഡോക്ടർ തോമസ് പോത്തനാമൊഴി സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം. ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. എപ്പോഴും ഇപ്പോഴും എന്നേക്കും. നെയ്യശ്ശേരി പള്ളിയിൽ ശതോത്തര പ്ലാറ്റിനം ജൂബിലിക്കും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനും തുടക്കമായി. ഇടവകയിൽ നിന്നുള്ള വൈദികർ ചേർന്ന് ആഘോഷമായ സമൂഹ ബലി അർപ്പിച്ചു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ജൂബിലി സന്ദേശം നൽകി. നെയ്യശ്ശേരി പള്ളിയിൽ ശതോത്തര പ്ലാറ്റിനം ജൂബിലിക്കും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനും തുടക്കമായി. വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിന്റെ സാന്നിധ്യത്തിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവകയിൽ നിന്നുള്ള വൈദികർ ചേർന്ന് ആഘോഷമായ സമൂഹ ബലി അർപ്പിച്ചു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ജൂബിലി സന്ദേശം നൽകി. തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ ആ കിട്ടിയ കൈകളെ നോക്കുമ്പോഴറിയാം അത് അപരാധം ഇട്ടുതന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പ്രതിസന്ധികളുടെ മധ്യ എങ്ങനെ ആയേനെന്ന്, പ്രശ്നങ്ങളുടെ മധ്യ എങ്ങനെ ആയേനെന്ന്. ഇന്നും ഈ തലയെടുപ്പോടെ 500 കുടുംബത്തോടുകൂടി നെയ്ശ്ശേരി ഇടവക നിൽക്കുന്നത് ആത്മീയ പ്രൗഢിയിലും ദൈവടി സമ്പത്തിലും ആത്മീയ കുതിപ്പിലും ഈ ഇടവക നിൽക്കുന്നത് തമ്പുരാൻ തൊട്ടത് കൊണ്ടാണ്, അവിടെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. നന്ദി പറയാനുള്ള അവസരമാണ് ഈ ജൂബിലി വർഷം. ലേവ്യന്റെ പുസ്തകത്തിന്റെ അധ്യായത്തിന് ആദ്യകാലത്ത് തിരിച്ചു പോകാനാണ് ജൂബിലി ആവശ്യപ്പെടുന്നത്. അടിമകൾ സ്വതന്ത്രരാകണം. ആർക്കെല്ലാം ഭൂമി നഷ്ടപ്പെടുന്നുണ്ടോ അത് തിരിച്ചു കിട്ടണം. മണ്ണ് കൃഷി ചെയ്യാൻ പാടില്ല, വെറുതെ ഇടണം. മണ്ണിന് വിശ്രമം കൊടുക്കണം. അടിമകളുടെ സ്വാതന്ത്ര്യം കിട്ടണം. നഷ്ടപ്പെടുന്നതിനാൽ തിരിച്ച് ഉടമസ്ഥന് പൂർവാവസ്ഥയെ കിട്ടണം. ഇതെല്ലാം ജൂബിലിയുടെ ആത്യന്തിക സന്ദേശം. ദൈവം സൃഷ്ടിച്ച ക്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ജൂബിലിയില് എല്ലാ 50-ാം വർഷവും 7 സാമ്പത്തിക വർഷം കൂടുന്ന 49-ാം വർഷം ആരംഭിക്കുന്ന ജൂബിലിയുടെ ലക്ഷ്യം ദൈവയുടെ ക്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. മനുഷ്യ തെറ്റാം, പാളിച്ചുകൊണ്ടാകാം, നഷ്ടം വരാം. പക്ഷേ എന്നും നഷ്ടത്തിലായിരിക്കരുത്. മനുഷ്യൻ വീഴാം, എന്നും വീഴ്ചയിലായിരിക്കരുത്. വീണ്ടും പോയി നിലത്ത് കിടക്കാം, എന്നും നിലത്തായിരിക്കരുത്. അവരൊരു അവസരം കൂടി കൊടുക്കലാണ് ജൂബിലി. ഒന്നും കൂടെ തുടങ്ങാൻ, ഒന്നും കൂടി ആരംഭിക്കാൻ, ഒന്നും കൂടെ കുതിക്കാൻ. നഷ്ടമൊക്കെ ജീവിതത്തിൽ എപ്പോഴും വരും. പക്ഷെ അതിൽ പെട്ടുപോകരുത്, നിന്നു പോകരുത്, അവിടെ കിടന്നു പോകരുത്. ഒരവസരം കൂടി തരിക, ആദ്യ ക്രമത്തിലേക്ക് വീണ്ടും വരാൻ. അതാണ് ബൈബിളിലെ ജൂബിലി.
തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 5:30 ആരാധന, 6-നും 9-നും പരിശുദ്ധ കുർബാന, തുടർന്ന് രോഗികൾക്കും സീനിയർ സിറ്റിസൺസിനും വേണ്ടി മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹവിരുന്ന് എന്നിവ നടക്കും. വൈകിട്ട് 4-ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 5:45-ന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം, 6:30-ന് കപ്പേള വെഞ്ചരിപ്പ്, തുടർന്ന് പ്രദക്ഷിണം തിരികെ പള്ളിയിലേക്ക്. 7:30-ന് സ്നേഹവിരുന്ന്. രാത്രി 8-ന് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം. ഞായറാഴ്ച രാവിലെ 6-ന് പരിശുദ്ധ കുർബാന, നൊവേന, തുടർന്ന് അമ്പ്, വീട്ടമ്പ്, എഴുന്നള്ളിക്കൽ. വൈകിട്ട് 5-ന് ഇടവകയിൽ സേവനം ചെയ്ത മുൻ വൈദികർ ആഘോഷമായ സമൂഹ ബലിയർപ്പിക്കും. മോൺസ്റ്റർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ സന്ദേശം നൽകും. 6:30-ന് ടൗൺ പ്രദക്ഷിണം, സമാപന ആശീർവാദം, നേർച്ച, ബാൻഡ് മേളം, ചെണ്ടമേളം എന്നിവയാണ് ആഘോഷ പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, നെയ്ശ്ശേരി. ജോയിന്റ് കൗൺസിൽ കോതമംഗലം മേഖലാ സമ്മേളനം നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CA അനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VK ചിത്ര അധ്യക്ഷത വഹിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിനും ശമ്പള പരിഷ്കരണ നടപടികൾ മുൻകാല പ്രാബല്യത്തോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ക്ഷാമബത്തയുടെ മുൻകാല പ്രാബല്യം ഉറപ്പുവരുത്തി കുടിശ്ശിക അനുവദിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തിയ സംസ്ഥാന സർക്കാർ നടപടി സ്വാഗതാർഹമെന്ന് ജോയിന്റ് കൗൺസിൽ കോതമംഗലം മേഖലാ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക വിഹിതം നിഷേധിച്ചുകൊണ്ട് കേന്ദ്രം കേരള സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കി ഫെഡറലിസം തകർക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപനം സ്വാഗതാർഹമാണ് എന്ന് സമ്മേളനം വിലയിരുത്തി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിനും ശമ്പള പരിഷ്കരണ നടപടികൾ മുൻകാല പ്രാബല്യത്തോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ക്ഷാമബത്തയുടെ മുൻകാല പ്രാബല്യം ഉറപ്പുവരുത്തി കുടിശ്ശിക അനുവദിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CA അനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക സമാധാനത്തിന് വേണ്ടി തന്നെ ഇന്ന് കടുത്ത ഭീഷണി ഉയർത്തുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അത് പശ്ചിമ ഏഷ്യയിലായാലും യൂറോപ്പിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ മൂലധന രാഷ്ട്രീയം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ വളരെ അധികം കൈകടത്തൽ നടത്തുന്നു. പ്രസിഡന്റിനെ അടക്കം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ സമൂഹത്തിലാകെ ഭീതി പടർത്തുന്ന രീതിയിൽ നിരവധി പ്രസ്താവനകൾ പറയുന്നു. ഇറാനെ അടക്കം ആക്രമിക്കുമെന്ന് പറയുന്നു. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലസ്തീനെ അടക്കം ആക്രമിക്കുന്നതിന് വേണ്ടി മുന്നണി പോരാളിയായി നിൽക്കുന്നു. അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ സ്ഥലങ്ങളിലും അശാന്തി വർദ്ധിക്കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളുമായി അമേരിക്ക നീങ്ങുന്ന സാഹചര്യം. മേഖലാ പ്രസിഡന്റ് ചിത്ര VK അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സതീഷ് കുമാർ TS സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി അശോകൻ MR പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ രജനി രാജ് V വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് V മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ TK, ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി ഷൈല MC എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മേഖലാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ചിത്ര VK പ്രസിഡന്റ്, അനിൽകുമാർ KN, ഉനൈസ് PV വൈസ് പ്രസിഡന്റുമാർ, അശോകൻ MR സെക്രട്ടറി, ബേസിൽ V ജോൺ, സനൽകുമാർ TK ജോയിന്റ് സെക്രട്ടറിമാർ, വിഷ്ണുരാജൻ ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുണ്ടേരുമ അസംഷൻ ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കരേറ്റ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. കൊടിയേറ്റ്, ലതീഞ്ഞ്, ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവയ്ക്ക് മുൻ ഫൊറോന വികാരി ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നിൽ നയിച്ചു. ഫെബ്രുവരി 15 വരെയാണ് തിരുനാൾ. മുണ്ടിയെരുമ അസംഷൻ ഫൊറോന ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കരേറ്റ മാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെയും സംയുക്ത തിരുനാളിനാണ് തുടക്കമായിരിക്കുന്നത്. കൊടിയേറ്റ്, ലതീഞ്ഞ്, ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ മുൻ ഫൊറോന വികാരി ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നിൽ നയിച്ചു. തുടർന്ന് സെമിത്തേരി സന്ദർശനം. 14-ന് രാവിലെ 10:30 രോഗികൾക്കും വയോധികർക്കും വേണ്ടിയുള്ള വിശുദ്ധ കുർബാന ഫാദർ റോബിൻസ് ഒറ്റക്കണ്ടത്തിൽ. വൈകുന്നേരം 4-ന് ആഘോഷമായ വിശുദ്ധ കുർബാന സീറോ മലങ്കര ക്രമത്തിൽ ഫാദർ തോമസ് മണ്ണിൽ. തുടർന്ന് മുണ്ടിയെരുമ സെന്റ് ജേക്കബ് സ്ക്വയറിലേക്ക് പ്രദക്ഷിണം. തിരുനാൾ സന്ദേശം ഫാദർ ജോർജ് തെരുവംകുന്നേൽ. 7:30 പ്രദക്ഷിണം തിരികെ പള്ളിയിലേക്ക്. 15-ന് രാവിലെ 6:30 വിശുദ്ധ കുർബാന. വൈകുന്നേരം 4-ന് ആഘോഷമായ റാസ കുർബാന. ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ, സഹകാർമ്മികർ ഫാദർ ഫ്രാൻസിസ് കല്ലുമാടിക്കൽ, ഫാദർ
വർഗീസ് CST തുടർന്ന് കൊടിയിറക്ക്. ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ, കൈക്കാരന്മാരായ ബിനോയ് പുള്ളോലി, ഫ്രാൻസിസ് പുളിക്കൽ, ടോണി തെക്കേക്കുറ്റം തിരുനാളിന് നേതൃത്വം നൽകുന്നു. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. സംരക്ഷിക്കുകയും അവരുടെ തലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിലും സുഹൃത്തുക്കൾ തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരിച്ചപ്പെടുത്തവനായ ലിയോ പ്രതിനാരായണൻ ബാബായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ഞങ്ങളുടെ രൂപതാപിതാവുമായ അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പാഠപുസ്തകങ്ങൾക്കപ്പുറം ഒരു ലോകം പരിചയപ്പെടുത്തി വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി. കരിക്കുലം ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച നാഷണൽ പ്രൊഡക്ടിവിറ്റി ദിനാചരണം വാഴക്കുളം SA KP സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡിനോ കള്ളിക്കാട്ട് CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ CMI എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ സമാപനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ കരിക്കുലം ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന പേരിൽ പ്രൊഡക്ടിവിറ്റി ദിനം ആചരിച്ചു. വാഴക്കുളം SI KP സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിത വിജയത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണമെന്നും ലക്ഷ്യം സാധിക്കുന്നതിൽ സോഷ്യൽ മീഡിയ ഒരിക്കലും തടസ്സമാകരുതെന്നും പഠനശേഷമുള്ള സമയം പ്രായോഗിക ജീവിതത്തിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ പരിശീലിക്കുന്നതിന് സമയം കണ്ടെത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. നല്ലൊരു വ്യക്തി നിങ്ങൾ ആകുന്നതിന് നമുക്ക് സമയമെടുക്കുന്നില്ല. കാരണം ഡെയിലിയായി എനിക്ക് ഗ്രൂപ്പുപരമായിട്ട് നിങ്ങൾ പുറത്തു പോകണമെന്നും നിങ്ങളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് കുറേ കാലം പഠിക്കുന്നതിന് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സമയങ്ങളുണ്ട്. അതിനുള്ള എല്ലാ ക്വാളിഫൈഡ് ആൾക്കാരോട് മീറ്റിങ്ങിലാണ്. അത് ഞാൻ കുറച്ച് സമയത്ത് ഞാൻ ഇവിടെ നോക്കണം. എന്തായാലും ഒരു ജീനിയസ് ആവുന്നതിന് വേണ്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല വ്യക്തി ആവുന്നതിന് വേണ്ട കാര്യങ്ങളിൽ നമുക്ക് 1/4 ഭാഗം മാത്രമേ നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യ കാര്യം മനസ്സിലാക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്നും വീട്ടിൽ നിന്നും നമ്മുടെ സ്വയം എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പഠിക്കണം. എല്ലാം സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കിട്ടില്ല. നമ്മൾക്ക് നല്ലൊരു വ്യക്തിയാവുന്നതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ തരാൻ മാത്രമേ നമ്മുടെ അധ്യാപകർക്ക് പറ്റുള്ളൂ. തുടർന്ന് കുട്ടികൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്ലംബിംഗ്, മോട്ടോർ വെഹിക്കിൾ റിപ്പയറിംഗ്, കുക്കിംഗ്, ടൈലറിംഗ്, സെൽഫ് ഡിഫൻസ്, ഇവന്റ് മാനേജ്മെന്റ്, പബ്ലിക് സ്പീക്കിംഗ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ വിദഗ്ധരായ ആളുകളുടെ ക്ലാസുകളും നടന്നു. കുട്ടികൾ തങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് വിവിധ ക്ലാസുകൾ തിരഞ്ഞെടുത്തത്. സ്കൂളിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരുന്ന വിവിധ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ സമാപനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. കരാട്ടെ, സ്കേറ്റിംഗ്, ആർച്ചറി, ഡ്രോയിങ് ആൻഡ് കളറിംഗ്, ഫോട്ടോഗ്രാഫി, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയവയിൽ മികവ് നേടിയ വിദ്യാർത്ഥികൾ അവ അവതരിപ്പിച്ചു. ബാഗുകളും പുസ്തകങ്ങളും ഇല്ലാതെയാണ് കുട്ടികൾ സ്കൂളിൽ വന്നത് എന്നതും ഈ ദിവസത്തിന്റെ പ്രത്യേകതയായിരുന്നു. പാഠപുസ്തകങ്ങൾക്കപ്പുറത്തു നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവവും ആഹ്ലാദവും വിദ്യാർത്ഥികൾക്ക് പകരുന്ന ഒരു ദിനമായി ഇത് മാറി എന്ന് പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത പ്രിൻസിപ്പൽ റവറൻ ഡിനോ കള്ളിക്കാട്ട് CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ CMI എന്നിവർ അറിയിച്ചു. കുട്ടികൾക്കായി അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർ തിരഞ്ഞെടുത്ത വൊക്കേഷണൽ ട്രെയിനിങ്ങുകളുടെ ക്ലാസുകളും ഉണ്ടായിരുന്നു. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, വാഹന റിപ്പയറിംഗ്, തുന്നൽ വിദ്യ, കുക്കിംഗ്, ഫോട്ടോഗ്രാഫി തുടങ്ങിയ പ്രായോഗിക പരിശീലന മേഖലകളിൽ അതിൽ പരിജ്ഞാനം നേടിയിട്ടുള്ള ആൾക്കാർ വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി. അത് കുട്ടികൾക്ക് അവരെ പ്രായോഗിക ജീവിതത്തിൽ മുന്നേറുവാൻ കൂടുതൽ ഊർജം നൽകുന്ന ഒരു ക്ലാസ്സുകളായിരുന്നു. വളരെ വിജയപ്രദമായി അത് നടത്തുവാനും കുട്ടികളിലേക്ക് ആ സന്ദേശം എത്തിക്കുവാനും സ്കൂളിന് കഴിഞ്ഞു.
കോടിക്കുളം സെന്റ് ആൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അന്നാമയുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. കോതമംഗല രൂപത ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ തിരുനാൾ കൊടിയേറ്റും തിരുസ്വരൂപ പ്രതീക്ഷയും നിർവഹിച്ചു. കോടിക്കുളം സെന്റ് ആൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അന്നാമയുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. കോതമംഗല രൂപത ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ തിരുനാൾ കൊടിയേറ്റും തിരുസ്വരൂപ പ്രതിഷ്ഠയും നിർവഹിച്ചു. തുടർന്ന് വിവിധ വാർഡുകളുടെ നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് ഇടവക ജൂബിലി തിരിതെളിയിക്കലും ആഘോഷമായി തിരുനാൾ കുർബാനയും നടത്തി. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ഫെബ്രുവരി 14 ശനിയാഴ്ച രാവിലെ 6 ജപമാല, വിശുദ്ധ കുർബാന, നൊവേന, തുടർന്ന് വീട്ടമ്പ് കൊണ്ടുപോകൽ, വൈകിട്ട് 4:30 ലതീഞ്ഞ് ആഘോഷമായി തിരുനാൾ കുർബാന ഫാദർ പോൾ ആക്കപ്പടിക്കൽ നയിക്കും. ഫാദർ ജോൺ തലച്ചിറ CMI സന്ദേശം നൽകും. തുടർന്ന് ചാലക്കുമുക്ക് കപ്പേളയിൽ നിന്നും കോട്ടക്കവലിലേക്ക് പ്രദക്ഷിണം, തുടർന്ന് സമാപന പ്രാർത്ഥന, വാദ്യമേളങ്ങൾ. ഫെബ്രുവരി 15 ഞായറാഴ്ച രാവിലെ 6:30 ജപമാല, വിശുദ്ധ കുർബാന, 8 മണിക്ക് അമ്പ് എഴുന്നള്ളിക്കൽ, വൈകിട്ട് 4:30 ലതീഞ്ഞ് ആഘോഷമായി തിരുനാൾ കുർബാന ഫാദർ ജോസഫ് കൂനാനിക്കൽ നയിക്കും. ഫാദർ ജോർജ് മാറപ്പിള്ളിൽ സന്ദേശം നൽകും. 6:30 പ്രദക്ഷിണം പാറത്തോട്ട കപ്പേലയിലേക്ക്. 7:30 സമാപന പ്രാർത്ഥന, തിരുശേഷിപ്പ് വണക്കം, തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികൾ നടക്കും. 16 തിങ്കളാഴ്ച വിഭൂതി ഉപവാസ ദിനമായി ആചരിക്കും. തിരുനാൾ ദിവസങ്ങളിൽ അമ്പ്, മുടി എഴുന്നള്ളിക്കുന്നതിനും അടിമ വയ്ക്കുന്നതിനും സൗകര്യമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 5364 അടി ഉയരത്തിലുള്ള എവറസ്റ്റ് സൗത്ത് ബേസ് ക്യാമ്പിലെത്തിയ ന്യൂസ് മലയാളം ക്യാമറാമാൻ സനൽ ഇളമ്പച്ചിക്ക് ഇടുക്കി പ്രസ് ക്ലബിന്റെ ആദരം. 8000 മീറ്റർ ഉയരത്തിലുള്ള 3 പർവ്വതങ്ങളുടെ കാഴ്ചയാണ് ബേസ് ക്യാമ്പിൽ നിന്ന് ഉള്ളതെന്ന് സനൽ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ, ട്രഷറർ ആൽവിൻ തോമസ് എന്നിവർ സംസാരിച്ചു. എന്നെ സംബന്ധിക്കുന്നത് സനലിനെ സംബന്ധിച്ച് സനലിന്റെ ജീവിതത്തിലെ ഒരു മഹത്തായ ഒരു നേട്ടമാണ് അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒരു ചെറിയ ഒരു കുന്നോ മലയോ കയറാൻ പറഞ്ഞാൽ പോലും ഇന്ന് ഇവിടുന്ന് പ്രകടനം തുടങ്ങിയപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ പോകുന്ന പോലെ തന്നെ പകുതിയിലേറെ പേര് പറയാൻ പറ്റത്തില്ല യാത്രകൾ അവസാനിപ്പിക്കുക. നമുക്ക് അത്രയും ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സനൽ ഇത്രയും വലിയ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 5364 അടിയാണ് അദ്ദേഹം താണ്ടിയത്. നിങ്ങൾക്കറിയാലോ, അതുപോലെ കാലാവസ്ഥയും മഞ്ഞും തണുപ്പും എല്ലാമുള്ള ഒരു ഹിമാലയമാണ് അദ്ദേഹം. ഈ ഒരു ചെറിയ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ഇത് താണ്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് അത് അത്രയോ വലിയൊരു നേട്ടം അദ്ദേഹം കൈവരിച്ചതെന്ന് മനസ്സിലാകത്തുള്ളൂ. മാധ്യമപ്രവർത്തകരാരും തന്നെ കാൽവയ്ക്കാത്ത ഒരു മേഖലയാണ് സത്യത്തിൽ അത്. നമ്മൾ മാനസികമായി സംഘർഷത്തിൽ ഏർപ്പെടുമ്പോഴും കായികമായ ഇത്തരം രംഗങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് കൂടുതൽ. പക്ഷേ സനലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിനു വേണ്ടി ഒരു പ്രയത്നം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലൊക്കെ വളർത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. കൃത്യമായ പ്രാക്ടീസ് അടക്കം എനിക്ക് തോന്നുന്നു യാത്രയ്ക്ക് 2 മാസം മുമ്പ് തന്നെ അദ്ദേഹം അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും വരുത്തിയിരുന്നു. ഇതെല്ലാം അദ്ദേഹം ഡ്യൂട്ടിക്കൊപ്പമാണ് ചെയ്തു പോകുന്നത്. വൈകുന്നേരം കൃത്യമായി വ്യായാമം ചെയ്യുന്നതിനും ജിമ്മിൽ പോകുന്നതിനും ശ്വാസം എടുക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൃത്യമായ ഒരു കാഴ്ചപ്പാടുകളുടെ പ്രവർത്തനം നയിച്ചതുകൊണ്ടാണ് ബേസ് ക്യാമ്പ് വരെ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത്. 5364 അടി എന്ന് പറയുന്നത് ചെറിയ ദൂരമല്ല അദ്ദേഹം താണ്ടിയത്. ദൂര കാലാവസ്ഥയെല്ലാം കീഴടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു അനുമോദനം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പുതിയ ഉയരങ്ങൾ അദ്ദേഹത്തിന് കീഴടക്കാൻ നമ്മളെയൊക്കെ സഹപ്രവർത്തകരുടെയൊക്കെ ഒരു പിന്തുണ അദ്ദേഹത്തിന് വലിയ ആവശ്യമുണ്ട്. അത് സബ്മിറ്റ് ചെയ്ത് ഏകദേശം 13 ദിവസത്തെ യാത്രയാണ്. 10 ദിവസം അങ്ങോട്ടും തിരിച്ചിറങ്ങാൻ 4 ദിവസമാണ്. നമ്മൾ 3 ദിവസം കൊണ്ടാണ് തിരിച്ചിറങ്ങുന്നത്. നമ്മൾ പോയത് ഏറ്റവും മോശം കാലാവസ്ഥയുള്ള സമയത്തായിരുന്നു. ആ സമയത്താണ് ഈ ടിബറ്റിലും, അതായത് ഒരു സൈഡ് നോർത്ത് സൈഡ് എന്ന് പറയുന്നത് ടിബറ്റും
നമ്മൾ പോയത് നേപ്പാളിലെ സൈഡ്, സൗത്ത് സൈഡാണ്. അവിടെ കനത്ത ഹിമവാതം, മഞ്ഞുവീഴ്ച, ഈ കാലാവസ്ഥ ഏറ്റവും മോശമായ സ്ഥലത്താണ്. അപ്പം ഞാൻ നേപ്പാളിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ന്യൂസ് കണ്ടിട്ട് തന്നെ വിളിക്കുക, എവിടെയുള്ളത് വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയണം, പിന്നെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്, ആളുകളൊക്കെ അപ്പുറത്ത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ നമ്മൾ പോകാനുള്ള പ്ലാനൊക്കെ തെറ്റി നമ്മൾ നേപ്പാളിൽ കുടുങ്ങി കിടക്കുകയാണ്. എങ്ങനെ പോകാൻ പറ്റില്ല, ഫ്ലൈറ്റൊന്നുമില്ല. ഈ യാത്രയുടെ തുടക്കം തന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മൾ ഏകദേശം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതും ഏറ്റവും അപകടം പിടിച്ചതുമായിട്ടുള്ള എയർപോർട്ടിലാണ് നമ്മൾ ആദ്യം ചെന്നിറങ്ങുന്നത്. ലുക്ല എന്ന് പറയുന്ന പെൻസിൻ ഹിലാരി എയർപോർട്ട് എന്ന് പറയുന്നത് 2300 മീറ്റർ ഉയരത്തിലുള്ള എയർപോർട്ടാണ്. 2 മഞ്ഞുമലകൾക്കിടയിൽ ചെറിയൊരു ഏകദേശം ഒരു 750 മീറ്റർ അങ്ങനെയാണ് റൺവേയുടെ ദൂരം. അതിൽ ഇത് ലാൻഡ് ചെയ്യും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യേണ്ട ചെറിയൊരു എയർപോർട്ടിലാണ് ഇത് ഇറങ്ങേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഔപചാരിക ഉദ്ഘാടനം DTPC പാർക്കിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും നൽകി. തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസിയ നിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിന്റെ തൊടുപുഴയിലെ പുതിയ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. സാമൂഹിക സേവനം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി രൂപീകരിച്ച റോട്ടറി ക്ലബ് ഓഫ് റിവേഴ്സിറ്റി തൊടുപുഴയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഫെബ്രുവരി 15-ന് തൊടുപുഴ ഹോട്ടൽ റിവർവ്യൂവിലെ പാപ്പൂട്ടി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊമ്മൻകുത്തിൽ പുതിയ പാലം പണിയാം, സർക്കാർ ഉത്തരവിറങ്ങി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് കണ്ണാടിപ്പുഴയ്ക്ക് കുറുകെ പാലം പണിയാനുള്ള അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.